ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൽപ്പന ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഗൗതം വന്നു. ഗൗതമിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് കൽപ്പന. ഗൗതം, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇതുവരെ അങ്ങനെയായിരുന്നല്ലോ, എന്താ നീ ഒന്ന് പേടിച്ചോ? ഞാൻ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടാൽ വീട്ടിലിരുന്ന് നീ എന്നെ വിളിച്ചു വരുത്തുമായിരുന്നല്ലോ. ഞാൻ അച്ഛൻ്റെ കൂടെ വിദേശത്തേക്ക് പോവാൻ തയ്യാറായപ്പോൾ അത് മുടക്കണമെന്ന് നീ പറഞ്ഞല്ലോ, ഞാനത് മുടക്കുകയും ചെയ്തു. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? ഗൗതം, നീ പറയുന്നതൊന്ന് കേൾക്ക്. അച്ഛനും സൂര്യയൊക്കെ ഓഫീസിലുണ്ട്. ഇപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചെത്തും. ഗൗതം, അവർ നിന്നെ കണ്ടാൽ എന്നൊക്കെ കൽപ്പന ചോദിക്കുമ്പോൾ, കണ്ടാൽ എന്താ? ഞാനെന്താ കണിമംഗലത്തെ അല്ലേ? കണിമംഗലം ചന്ദ്രശേഖരൻ്റെ മകൻ. ഈ എസ്റ്റേറ്റിൽ വരുന്നതിന് ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കൽപ്പന പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇടിക്കേട്ട് ഗൗതം പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധം. അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഏട്ടൻ്റെ അസുഖം ഭേദമായപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചു നമ്മളിനി എന്ത് ചെയ്യുമെന്ന് അന്ന്. പക്ഷേ നീ എന്നെ ഭംഗിയായി സമാധാനിപ്പിച്ചു. ഇപ്പോൾ ഒരു ഫോണില്ല, മെസ്സേജ് ഇല്ല. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നീ അന്വേഷിക്കുന്നില്ല. ഗൗതം ഇവിടെ തിരക്കാണെന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്ത് തിരക്ക്? ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ തിരക്കാണോ? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. കാരണം ഇനി ജനിക്കുന്ന കുഞ്ഞാണ് കണിമംഗലത്തെ അവകാശി. ലാഭമില്ലാത്തത് നീ ചെയ്യില്ലല്ലോ. ഇതാണ് നിന്റെ ഉദ്ദേശമെന്ന് ഞാൻ എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ. ഇത് കേട്ട് കൽപ്പന പറയുന്നുണ്ട്, നീ എത്ര പുണ്യാളനൊന്നും ആവണ്ട. സൂര്യയെ കൊല്ലാൻ ശ്രമിച്ച കാര്യവും ഇവിടെ കൊല്ലാൻ വന്നവനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് വ്യക്തമായി അറിയാം, അത് നീ തന്നെയാണ്. അതെ, അത് ഞാൻ തന്നെയാണ്. അല്ല, ആദ്യമായിട്ടല്ലല്ലോ ഞാൻ ഏട്ടനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മുൻപൊക്കെ നീ പറഞ്ഞിട്ടാണ് ഞാൻ അതിന് ശ്രമിച്ചത്. ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ്. കൽപ്പന, കണക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പരസ്പരം പറഞ്ഞ് എനിക്ക് മുന്നേ നീ ആയിരിക്കും കണിമംഗലത്തുനിന്ന് പുറത്താവുന്നത്. അത് വേണോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്നെ പറഞ്ഞു മോഹിപ്പിച്ച ജീവിതം, നമുക്കൊന്നിച്ചുള്ള ജീവിതം, നമുക്ക് ഒന്നിച്ച് ജീവിച്ചിട്ട് അതിലൊരു കുഞ്ഞ് പിറന്നാൽ അതും കണിമംഗലത്തെ കുഞ്ഞാണ്. ആ കുഞ്ഞ് കോടാനുകോടികളുടെ ഉടമയായിരിക്കും. അതിനുള്ള മാർഗം ഞാൻ ചെയ്യുന്നുണ്ട്. ഗൗതം, നടക്കാത്ത കാര്യങ്ങൾ വെറുതെ ചർച്ച ചെയ്യേണ്ടെന്ന് കൽപ്പന. നടക്കും, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും, അല്ലെങ്കിൽ നടത്തിയിരിക്കും ഞാൻ. എനിക്ക് നിന്നോടൊരു ചോദ്യമേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചോടുന്നോ അതോ ഒന്നിച്ച് ജീവിക്കണോ? അതിന് മറുപടി കിട്ടാതെ ഞാൻ നിന്റെ മുന്നിൽ നിന്ന് പോവില്ല. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കാറ് വരുന്നത്. അവർ വന്നു. നീ എവിടേക്കെങ്കിലും മാറി നിൽക്കാൻ നോക്കുന്ന കൽപ്പന. എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കൂ എന്ന് ഗൗതം പറയുമ്പോൾ, നീ എവിടെയെങ്കിലും പോയി ഒളിക്കെന്ന് കൽപ്പന. അങ്ങനെ കൽപ്പന ഗൗതമിനെ ഒളിപ്പിക്കുകയാണ്. അവിടെ ആ കട്ടന് മറവിലാണ് ഗൗതം ഒളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കൽപ്പന ആ ഡോർ അടച്ചു. ഒന്നും അറിയാത്ത ഭാവത്തിൽ കൽപ്പന അവിടെ നിൽക്കുന്നുണ്ട്. പരമേശ്വരൻ അകത്തേക്ക് വരുന്നു. സൂര്യയ്ക്ക് അപ്പോൾ ഒരു കോള് വന്നു. വരുണിന് അപ്പോൾ ഒരു കോള് വന്നു. സൂര്യയും വന്നു. ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് കൽപ്പന. അല്ല, തൻ്റെ മുഖത്ത് ഒരു ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നെന്ന്. ഇല്ല, ഞാനിവിടെ മുറിയിലിരിക്കുകയായിരുന്നു എന്ന് കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ ചോദിക്കുന്നു, വാതില് തുറന്നിട്ടിട്ടോ? ശ്രദ്ധിക്കണം മോളെ. ശരിയച്ചെന്ന് കൽപ്പന. നല്ല വിശപ്പുണ്ട്, താൻ പോയി ഭക്ഷണം എടുക്കുക, വരണം, ഇപ്പോൾ വരും. സൂര്യ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്കും എന്നെ കൽപ്പന പറയുമ്പോൾ സൂര്യ പറയുന്നു, ഞാനെന്തിനാ ഇപ്പോൾ കുളിക്കുന്നത്? അല്ല, കുളിച്ചിട്ടല്ലേ പോയത്? അല്ല, അച്ഛൻ ഡ്രസ്സ് മാറുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ ഭക്ഷണം എടുക്കാൻ നോക്കുന്ന അച്ഛൻ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടൻ്റെ മറവിൽ കൂടി ഗൗതം നോക്കുന്നുണ്ട് അവരെ. അവർ ഹോളിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഭക്ഷണം എടുക്കുകയാണ് കൽപ്പന. ഇരിക്കുമ്പോഴും ലാപ്ടോപ്പിൽ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ടെൻഷനോടെയാണ് കൽപ്പന അവർക്ക് ഭക്ഷണം എടുക്കുന്നത്. ഇതേ സമയം വരുൺ മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കൽപ്പന നല്ല ടെൻഷനിൽ തന്നെയാണ്. കിച്ചണിലേക്ക് പോയി വീണ്ടും ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടുവരുന്നു. ഇതെല്ലാം ഗൗതമും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് വരുണും അകത്തേക്ക് വന്നു. അച്ഛാ, ഇതെന്താ നിങ്ങൾ കഴിക്കാനിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ വന്നിട്ടിരിക്കാമെന്ന് കരുതിയെന്ന് പരമേശ്വരൻ. അങ്ങനെ 3 പേരും കഴിക്കാനായിട്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കൽപ്പന അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വിളമ്പുന്നില്ലേ എന്ന് സൂര്യ പറയുന്നുണ്ട്. അങ്ങനെ കൽപ്പന 3 പേർക്കും ഭക്ഷണം വിളമ്പുന്നു. എന്നാലും കൽപ്പനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഏട്ടത്തേക്ക് പ്ലേറ്റില്ലേ, വാ ഇരുന്നേ എന്ന് വരുൺ. വേണ്ടെന്ന് കൽപ്പന. കുറച്ചു നേരത്തെ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു, എനിക്ക് വിശപ്പില്ല, നിങ്ങൾ കഴിക്കുമെന്ന് കൽപ്പന പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പലരും പല സമയത്താണോ ഭക്ഷണം കഴിക്കുന്നത്? ഇരിക്കടോ എന്നൊക്കെ സൂര്യ. ഇവർക്ക് വിളമ്പുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗൗതമിനെ നോക്കുന്നുണ്ട് കൽപ്പന.
നമ്മൾ എപ്പോഴാ അച്ഛൻ മടങ്ങുന്നത് എന്ന് വരുൺ പറയുമ്പോൾ അച്ഛൻ പറയുന്നു, നീ തിരക്ക് പിടിക്കാതെ, ഞാൻ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തെന്നല്ലേ ഉള്ളൂ. പെട്ടെന്ന് വരുണിന്റെ മുഖം മാടി. എന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ നിനക്ക് അത്രയ്ക്ക് ധൃതിയായോ എന്ന് സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു, ഏട്ടത്തി എങ്ങനെയാ തനിച്ചാവുന്നത്? ഇവിടെ ഏട്ടത്തിയില്ലേ? ഏട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇതാണ് നിങ്ങളുടെ ഹണിമൂൺ. ഇത് പറയുമ്പോൾ പുഞ്ചിരിയോടെ സൂര്യ കൽപ്പനയെ നോക്കുന്നുണ്ട്. ടെൻഷനോടെ ഗൗതമിനെ നോക്കുകയാണ് കൽപ്പന. നിങ്ങൾ കഴിക്കുക, ഞാൻ ഇന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കൽപ്പന അങ്ങോട്ടേക്ക് പോകുന്നു. കൽപ്പന മുറിയിലേക്ക് കയറി. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൽപ്പന ഗൗതമിന്റെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിന്നെ അവർ കണ്ടാ പ്രശ്നമാ, നീ ദയവ് ചെയ്ത് പോ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ പോവില്ല, നമ്മുടെ ബന്ധം അവരെല്ലാവരും അറിയട്ടെ. അപ്പൊ പിന്നെ ഒളിച്ചും പാത്തും വരണ്ടല്ലോ, ഞാൻ നിന്റെ കാല് പിടിക്കാം എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു, ഇന്ന് രാത്രി ഞാൻ വരും, എന്നോടൊപ്പം ഇറങ്ങാൻ കഴിയുമെങ്കിൽ ഞാൻ പോവാം. രാത്രി നിന്റെ കൂടെ വരാൻ പറ്റില്ലെന്ന് കൽപ്പന. എന്താ ഇതിനു മുന്നേ വന്നിട്ടില്ലേ? വരുമെങ്കിൽ മാത്രം ഞാൻ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് കൽപ്പന. ശരി, ഞാൻ വരാമെന്ന് കൽപ്പന സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. എങ്ങനെയെങ്കിലും ഇത് നിഷേധിച്ചാൽ നമ്മൾ തമ്മിൽ നടക്കുന്നതൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ഗൗതം. സമ്മതിച്ചു എന്ന് പറഞ്ഞ് കൽപ്പന ഗൗതമിന്റെ കൈപിടിച്ച് അടുക്കള ഭാഗത്തു കൂടി പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൗതം അതിലേക്ക് കൂടി പോകുന്നു. കൽപ്പന നോക്കുന്നുണ്ട് ഗൗതം പോയോ എന്ന്. 3 പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അരികിലേക്ക് വന്ന് നിന്നെങ്കിലും കൽപ്പനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. എന്താടോ തന്റെ മുഖത്ത് ടെൻഷൻ കൂടി കൂടി വരുവാണല്ലോ എന്ന് സൂര്യ പറയുമ്പോൾ കൽപ്പന പറയുന്നു, ഒന്നുമില്ല സൂര്യ. അതെന്താണെന്ന് അറിയാമോ? മനസ്സിൽ പ്രേമം കൂടിയാൽ പിന്നെ പെണ്ണിന്റെ മുഖത്ത് ദേ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും എന്ന് വരുൺ. ഡാഡാ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ, അയ്യോ അച്ഛൻ ഇരിക്കുന്നത് ഞാൻ ഓർത്തില്ല, അമ്മയുടെ മുഖത്തേക്ക് അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ലേ എന്ന് വരുൺ. മതി മതി, നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് അച്ഛൻ. സന്തോഷത്തോടെ 3 പേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ടെൻഷനോടെ കൽപ്പനയും. പിന്നീട് കാണിക്കുന്നത് മുരളിക സ്കൂളിൽ. അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് രാധിക. ശ്യാമയും അമൃതയും അവിടേക്ക് വരുന്നുണ്ട്. ആഹാ മോള് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ തുറന്നതേ ഉള്ളൂ മാഡം. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ, ഇന്ന് ഞാൻ ലഞ്ച് എടുത്തില്ല, മോളുടെ കൂടെ കൂടാമെന്ന് കരുതി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. മാഡം കഴിച്ചോ എന്ന് പറഞ്ഞ് രാധിക അത് ശ്യാമയുടെ മുന്നിലേക്ക് വെച്ചു. അത് വേണ്ട, നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം എന്ന് ശ്യാമ പറയുന്നു. അരികിൽ അമൃതയും. ആ ഭക്ഷണം രാധികയ്ക്ക് ശ്യാമ തന്നെ വാരി കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാധികയും. അത് കഴിക്കുമ്പോൾ രാധികയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു വല്ലാത്ത ഫീല്. എന്ത് പറ്റിയെന്ന് അമ്മ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് രാധികയും. ശ്യാമ രാധികയോട് പറയുന്നു, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രിയങ്കയെ മോൾക്ക് എങ്ങനെയാ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ ക്രൂരതകൾ മോളോട് ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ചതിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയല്ലേ മേഡം, അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അതൊക്കെ ക്ഷമിക്കും. കാരണം എന്താണെന്നറിയോ? ദേവനാരായണ തിരുമേനിയുടെയും ഭാര്യയുടെയും സ്നേഹം അവൾക്ക് മാത്രം കിട്ടേണ്ടിയതായിരുന്നില്ലേ? എന്നിട്ട് ഞാനും അതിൽ പങ്ക് പറ്റിയതല്ലേ? ഞാൻ ആരാ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്ന് തോന്നിയ കുട്ടിയല്ലേ? അവരെന്നെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞതല്ലേ? ചിലപ്പോൾ തെരുവിൽ കിടന്ന് ഉറുമ്പെറിച്ചോ ശ്വാസം മുട്ടിയോ ഞാൻ ചത്തു പോവുമായിരുന്നില്ലേ? ഇതൊക്കെ രാധിക പറയുമ്പോൾ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ശ്യാമയും. പക്ഷേ ആ അച്ഛനാണ് എന്നെ കണ്ടെത്തിയത്, എന്നെ ജീവിപ്പിച്ചത്. ആ അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും ആ നന്ദി എനിക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പ്രിയോട് ഞാൻ ക്ഷമിക്കുന്നത് മഹാകാരണം കൊണ്ടാണ്. അവൾ എന്നെ കള്ളിയാക്കിയാലും കൊല്ലാൻ നോക്കിയാലും ഞാൻ ക്ഷമിക്കും. അവൾ ചിരിച്ചുകൊണ്ട് അടുത്ത് വരുമ്പോൾ ഞാനത് വിശ്വസിക്കുകയും ചെയ്യും. ഇത് കേട്ട് അമൃത പറയുന്നു, ആ കാര്യത്തിൽ നിങ്ങൾ അമ്മയും മോളും ഒരുപോലെയാണല്ലോ. പെട്ടെന്ന് അമൃത വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത നോട്ടം രാധിക നോക്കുകയും ചെയ്തു. അമ്മയും മോളെയും പോലെയാണല്ലോ ഫിദയും രാധികയും. അതാ ഞാൻ പറഞ്ഞതെന്ന് അമൃത പറയുന്നുണ്ട്. മോളെ, ചെറിയ പ്രായത്തിൽ ഞാനും ഇങ്ങനെയായിരുന്നു, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ ഒരുപാട് കുഴിയിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. നീ നിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കടപ്പാടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ മോളുടെ ഇഷ്ടം. പക്ഷേ പ്രിയങ്കയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പ്രിയങ്കയുടെ എന്നല്ല, എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും മോളുടെ മുന്നിൽ വന്നു എന്നിരിക്കട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ 3-4 വട്ടം അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ടത് ശരിയാണെന്ന മനസ്സിൽ പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ, കേട്ടോ എന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് രാധിക അനുസരിക്കുന്നു. പിന്നെ പ്രിയങ്കയ്ക്ക് ചാൻസ് കിട്ടുന്നതിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധിക പറയുന്നു, മേഡം എനിക്കറിയാമായിരുന്നു മേഡം അങ്ങനെ ചെയ്യുമെന്ന്. ഞാനല്ലാതെ മറ്റാരാ മോളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് രാധികയ്ക്ക് വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ് ശ്യാമ. തുടർന്ന് രാത്രിയിൽ സൂര്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വരുണും അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതും ജോലിയെപ്പറ്റി തന്നെയാണ്. ചില ഫയലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും ജോലിയിൽ തന്നെ ശ്രദ്ധ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൽപ്പന ടെൻഷനോടെ നിൽക്കുന്നു. ഗൗതം വരുമെന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ടെൻഷനോടെ ആലോചിക്കുന്നത്. ഇടയ്ക്ക് കൽപ്പന അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെന്ത് ചെയ്യുവാണെന്ന്. നോക്കുമ്പോൾ അവർ 3 പേരും ജോലിയിൽ തന്നെയാണ്.
ഇതേസമയം ഗൗതമിനെ കാണിക്കുന്നു. പുറത്ത് ഗൗതം എത്തിയിരിക്കുന്നുണ്ട്. ഗൗതം കൽപ്പനയുടെ ഫോണിലേക്ക് വിളിച്ചു. ഞാൻ പുറത്തുണ്ട്, നീ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് കൽപ്പന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.